ஹலோ ஃப்ரெண்ட்ஸ், எல்லாருக்கும் வணக்கம். என்னோட பேர் அபேல். வெல்கம் டு மை சேனல். இன்றைக்கி நம்ம என்ன வீடியோ பார்க்க போகிறோம் அப்படின்னு பார்த்தீங்கன்னா, என்னோடய ஃப்ரெண்டோட ஒரு கல்யாண ஃபங்க்ஷன் நடக்குது. நம்ம அதை தான் பார்க்க போகிறோம். எங்கள் சர்ச்சில், அதாவது எங்கள் வீட்டு பக்கத்தில் எங்கள் சர்ச்சுக்கு வர ஒரு பையனோட ஒரு கல்யாணம் தான் பார்க்க போகிறோம். ரொம்ப ஆடம்பரமான கல்யாணம் கிடையாது, சிம்பிளாக இருக்கும். கேரளாவில் ஒரு வில்லேஜில் நடக்கிற ஒரு சிம்பிளான கல்யாணம். அதை தான் நம்ம இன்றைக்கி பார்க்க போகிறோம். வண்டியெல்லாம் போகிறது கிடையாது, நடந்து போகிற தூரம் தான். நான் நேராக போகிறேன், வாங்க போய் பார்ப்போம். நம்ம போகிற வழி அப்படின்னு பார்த்தீங்கன்னா ஃபுல்லாக காடு தான், ஃபுல்லாக ரப்பர் காடு தான். நம்ம வீட்டிலேருந்து ஒரு 100 மீட்டர் தான், நடந்து போகிற தூரம் தான் இருக்குது. பாருங்கள், நல்ல இப்போ வந்து வெயில் டைம் அப்படின்றனால ஃபுல்லாக இலைகள்லாம் உதிர்ந்துடும். கேரளாவில் இந்த வெயில் டைமுக்கு ரப்பர் மரத்தில் இருக்கிற இலைகள்லாம் உதிர்ந்து புதுசாக வரும். பார்த்திங்கன்னா இதான் நம்ம கல்யாண பையனோட வீடு. சொந்தக்காரங்கள்லாம் வந்துக்கிட்டு தான் இருக்கிறாங்க. இனி யாரும் வரல. நம்ம கொஞ்சம் சீக்கிரமாக வீடியோ எடுக்கிறதுக்கு வேண்டி வந்தோம். சர்ச்சு அவங்க வீட்டுக்கு நேராக பக்கம், நேராக ஆப்போசிட் தான். பாருங்கள், நம்ம நேராக சர்ச்சை போய் சுற்றி பார்த்துட்டு வருவோம். இதான் எங்களோட சர்ச்சு. ரொம்ப பெரிய சர்ச்செல்லாம் கிடையாது, சின்ன சர்ச்சு தான். சென்ட் ஜோசப் மலங்கர கத்தோலிக் சர்ச். இதான் எங்களோட சர்ச்சோட ஃபாதரு. அச்சோ, வெல்கம் നമ്മുടെ ചാനലിലേക്ക് വെൽക്കം. ഇത് எங்கள் ஃபாதரோட பேர் ஜேம்ஸ் பாரவேல. இப்போ தொடங்கிட்டு 1.5 வருஷம் கண்டு ஆயுதே விளைச்சோ. ஓகே, இது நம்மளோட பசங்க. ஹாய், எல்லோரும் ஹாய் பாரு. இதான் நம்ம சர்ச்சில் இருக்கிற யூத் மெம்பர்ஸு. ஹாய். இதான் நம்மளோட கல்யாண மணவாளன். வீட்டில் எல்லாம் ப்ரேயர்லாம் முடிஞ்சு ஆசீர்வாதம்லாம் வாங்கிட்டு நேராக சர்ச்சுக்கு இறங்க போகிறாங்க. ദൈവത്തിൻ്റെ വലിയ പരിപാലനയും കൃപയിലും ഇവിടെ വിവാഹം നടത്തപ്പെട്ട് നല്ല സൗഭാഗ്യകരമായ കുടുംബ ജീവിതം ഇവർക്കുണ്ടാകട്ടെ എന്ന് കൃത്യമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ഇവരുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളുടെ ദാതാവായ ദൈവമുമ്പാകെ ഇവരുടെ ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയനുഗ്രഹം കൊണ്ട് ഇവരുടെ വിവാഹം എല്ലാവരും ആലോചിച്ച് തീരുമാനിച്ച് ഇപ്പോൾ നടത്താൻ പോകുന്ന അവസരത്തിൽ കർത്താവിൻ്റെ വലിയ കൃപയും യോസേഫ് പിതാവിൻ്റെ സ്വർഗീയമായ മധ്യസ്ഥയും ഇവരെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവരുടെ വിവാഹ കുദാശകർമ്മം ആശീർവദിക്കാൻ പോവുകയാണ്. 2 സാക്ഷികൾ മുന്നോട്ട് വരണം. വരൻ്റെ ഭാഗത്തുനിന്ന് സാക്ഷി, വധുവിൻ്റെ ഭാഗത്ത് സാക്ഷി മുന്നോട്ട് കടന്നു നിൽക്കണം. അവരുടെ വിവാഹത്തിൻ്റെ മനസ്സമ്മതം ചോദിക്കുമ്പോൾ അവരാണ് ആ സാക്ഷ്യാത്മകം വെച്ചിട്ടുള്ളത്. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണം. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ബോസിൻ്റെയും ദീനാമ ബോസിൻ്റെയും മകൾ സോജിയ ബോസിനെ ക്രിസ്തീയ പ്രമാണങ്ങളും തിരുസഭയുടെ നിബന്ധനകളും പാലിച്ചുകൊണ്ട് വിവാഹം കഴിക്കുവാൻ സമ്മതമാണോ? കർത്താവിൽ നമ്മുടെ പ്രിയമുള്ളതായ സോജിയ ബോസ് കുരാമലയിൽ ഇടവകയിൽ രഞ്ജു ഭവനിൽ ശ്രീമാൻ ഫിലിപ്പിൻ്റെയും പരേതയായ റൂബി ഫിലിപ്പിൻ്റെയും മകൻ രഞ്ജു ഫിലിപ്പിനെ ക്രിസ്തീയ പ്രമാണങ്ങളും തിരുസഭയുടെ നിബന്ധനകളും പാലിച്ചുകൊണ്ട് വിവാഹം കഴിക്കുവാൻ സമ്മതമാണോ? ദൈവമായ കർത്താവേ, നീ മുഖാന്തരവും നിന്നോടുകൂടെ ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണവും നൽകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ദാസരെ യോഗ്യരാക്കണമേ. സന്തോഷം രക്ഷകനേ വൈദിക തിരുനാമത്തിൽ നൽകിയിടും ഓതിരഘോഷങ്ങളെ സദയം വാർത്തൂകയ്യ ഓതിരവേ തിരുസഭയെ മശീഹ വധുവാക്കി പരിപാവനത രുധിരങ്ങൾ കൈകൊണ്ടാളവളും മോതിരമതിന വദമുക്തി നേടിയതോ പാപവിമോച അടിയാനം ചീടത്തെ പായ്ക്കുമോ അശുദ്ധ പിശാചുകളുടെ ദാസത്തിൽ അവളെ നീ സംരക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാവങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തന്റെ സഭയുടെ വിരുന്നിനെ സകല വിജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും സ്ത്രീയന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സമൃദ്ധനും തിന്മകളിൽ വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള പൂർവനും അനാദിതമായ നിലകളിൽ എല്ലാവിധ ഘടകങ്ങൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് കരുണാപൂർവം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ നീ ആശീർവദിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവീയ ആശീസ്സുകളാൽ ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഇവിടെ സകലവിധ മാലിന്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ കൃപ നൽകണമേ. യുഗത്തിലും ബലത്തിലും ഇവർ സന്തോഷപൂർവ്വം ജീവിക്കുവാൻ ഇവരെ നീ യോഗ്യരാക്കണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുവമ്പാൽ നിന്നുകൊണ്ട് നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഈ പ്രാർത്ഥന ശുശ്രൂഷ ഈ കൂദാശ പൂർത്തിയാകുന്നവരെ പള്ളിക്കകത്തോ അതിൻ്റെ പരിസരത്തിൽ സംസാരിക്കാൻ പാടില്ല. നിർബന്ധമാണ് സംസാരിക്കണമെങ്കിൽ ഈ താഴെ റോഡിൽ പോലും സംസാരിക്കണം. ഈ പള്ളിയുടെ മുൻവശത്ത് ഈ പരിസരത്ത് പാടില്ല എന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പതിവ്രതയാ പരിപാവന സഭയെ വാനോത്കാന്തൻ വരണം ചെയ്തു. ശീമോന്യോ എന്നിവരെ ആഹ്വാനം ചെയ്യേൽപ്പിച്ചേവം വീടിൻ ഭരണം ചീമോ വാദിച്ചുകയും ചെയ്യുന്ന സത്യമണോട് നിന്റെ പ്രാവത്തിന് നിൽക്കുന്ന എളിയവരായ ഞങ്ങളുടെ മധ്യസ്ഥയും
നിന്റെ ഈ ദാസർ പരസ്പരം വിവാഹം നിശ്ചയം ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളുടെ പരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യമുണ്ടാകുവാൻ ഇടയാക്കണമേ. ആത്മാവിലും ശരീരത്തിലുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ നീ ശക്തരാക്കണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും അന്വേഷിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിധി കരുണാപൂർവ്വം നിങ്ങളിലേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നതും വാഴ്വുകൾ നൽകുന്നതുമായ വലതുകൈ നിന്നോടുകൂടി ആയിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്ത്രീയന്മാരെന്ന പ്രകാരം വിശുദ്ധ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ ഈ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ഐക്യത്തോടും ഹൃദയ സന്തോഷത്തോടും നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി അർപ്പിക്കണം. ദൈവം അംഗീകരിച്ച ഈ കർമ്മത്തിന് സാക്ഷികളാവുവാൻ അടുത്തു വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളെ സംരക്ഷിക്കുകയും സകലവിധ ദുഷ്ടങ്ങളിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ. വൈദികൻ ചൊല്ലുന്ന ഓരോ ഗീതത്തിൻ്റെ 2ാമത്തെ പാദം എല്ലാവരും ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവചെയ്തിടണമെന്ന ഒരേ സ്വരത്തിൽ അത് ഏറ്റുപാടണം. ആദിമനീരേ ജരവാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ ദയ ചെയ്തിടണമേ. ആദം ഹവ്വ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ ദയ ചെയ്തിടണമേ. നിന്നെ ശ്ലാഘിപ്പു സുന്ദരികളിലത് സുന്ദരിനി ജാതികളിൽ സുതയെ നിന്നതരങ്ങൾ മധുവർഷിക്കുന്നു വാസന സുഗന്ധം പനിനീർ കുസുമസമം സഭയെ അഖില മനോജ്ഞേനി
മലിനത തീർന്നാത്തോ ശ്രീവായേവം നിപ്പതിനാൽ രാജാവാം മിശിഹ ഹല്ലേലൂയ പാലിക്കും നിന്നെ ബാറയ്ക്കുമോ സഭയോതൊന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവൻ ഉള്ളിൽ തൂകിടാൻ സാധ്യമതല്ല ബന്ധിതമവമൂന്നും അവതയിടയിൽ ലേശം പഴുതില്ല താതസുതാറുക്കുദിശായ തൃത്വമഭേദ്യം താൻ മഹിമേടും വധു തുല്യം ഞാൻ നിൽപ്പു അവർ മധ്യേ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മുറിയോറാകെ മലനുവതാരേ ക്ഷണിക്കപ്പെട്ട വെള്ളത്തെ മേൽത്തരം മീനാക്കി മാറ്റിയ മനുഷ്യനെയും നീയുടെ സത്യത്തിന്റെയും മണവാളൻ ഈ സുഗന്ധവും സ്വീകരിച്ച് നിന്റെ വിശുദ്ധ പരിവേടത്തിനോട് തലവനും ചോദിക്കുന്ന നിന്റെ ദാസനെ അനുഗ്രഹിക്കണമേ കരുണാപൂർണ്ണമായ ദൈവത്തിനെ ആവസിപ്പിക്കണമേ ഞങ്ങളെല്ലാവരും നിന്റെ വലത്ത് ഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും ചെയ്യുമാറാകണമേ. ലേഖനത്തിൽ നിന്നും ബാർക്കുമോർ ശ്ലീഹായുടെ സ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹാ തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹാ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭാ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും നമ്മുടെ കർത്താവും ദൈവരക്ഷകനുമായ യേശുമിശിഹായുടെ നികരവാസകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അവനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ ഗലീലാവിട്ട് യോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവനവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീക്ഷന്മാരടുത്ത് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവന് മറുപടി പറഞ്ഞു, സ്രഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവിടെ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്ത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകെ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുത് എന്നാണ് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. അവനോ നിന്നോട് ജീവനിരുന്നോ ഹല്ലേലൂയ ഹല്ലേലൂയ ദീർഘായുസ്സു നീ അവനെ ബാറയ്ക്കുമോ. സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യ ക്രമമായി അഖിലാധിപര നിൻ പ്രാഗൽഭ്യത്തെ വിധിപോൽ വന്യ ഘോഷിച്ചു
കർത്തൻ കയ്യാലിറങ്ങി അണിക്കും മകുളം വൈദിക ഇമ്പം നൽകൂ നാഥ മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും നീതിയുടെ കിരീടമണിയുകയും അനുഷ്ഠയുടെ അലങ്കാരങ്ങളായ വിഭൂഷണാക്കുകയും ശക്തിക്കെതിരായി അജയ്യമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനിൽ നിന്നോ ഒരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാര്യം അണിക്കും മകുടം വൈദിക ഇമ്പം നൽകൂ നാഥ മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും നിന്നോ ഒരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാര്യം അണിക്കും മകുടം നീതിയുടെ കിരീടവും മനുഷ്യരുടെ ഭൗതികരംഗാരങ്ങളും കർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ ദൈവമായ കർത്താവ് നിനക്ക് സംഗതിയാകട്ടെ. ശുഭചിഹ്നം താ ശ്രീവാ വിജയ കൊടിതാ ശ്രീവാ നമ്മെ രക്ഷിച്ചിടും ശ്രീവായി പുകഴും നോനാ ശ്രീവോസോ ശൈരോ ശ്രീവോനീശ്വര സോ കുസോ ശ്രീവധുവേ ഉപരി കീനാ ബേകുല മെസ്താ ബരീനാ മനുഷ്യ ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ.
സ്വർഗീയ മണവാളനായ മിശിഹാ തമ്പുരാൻ തൻ്റെ യഥാർത്ഥ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിട്ട് മിശിഹാ തൻ്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾ അന്യോന്യം സന്തോഷിക്കാനിടയാകട്ടെ. മണവാട്ടി നിന്നിൽ ജ്ഞാനഭയം കൊണ്ടോ സത്യമണാള നീതി എന്നിൽ കനിവുണ്ടാകണമേ. നാഥാ കാണുക സുന്ദരിയ എന്നെ മണവർ കേട്ടണമേ. തിരുമാവിൽ സുഖനേന്ദ്ര പ്രാപിച്ചാനന്ദിക്കും ഞാൻ. ദൈവത്തിൽ സ്നേഹിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മൾ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവ്വ പിതാക്കന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും സ്ലീബായുടെയും വിശുദ്ധ ഏവൻഗേലിയൻ്റെയും ഈ സമൂഹത്തിന് മുമ്പാകെ ആകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. മനോഗതങ്ങൾ അറിയാത്തവൻ്റെ അല്ല, അറിയുന്നവൻ്റെ സന്നിധിയിലെത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം വരവേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും സന്യാസിമാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമർത്ഥമായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ കന്യാമറിയാവിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകളിൽ ആചരിച്ചുള്ള വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശു മിശിഹായുടെ വലുതും നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാനിടയാകട്ടെ. ആമേൻ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടും ആകുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്നാൽ അവൾ നിങ്ങളെ വിട്ട് കർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവനോട് പ്രീതിപ്പെടുത്തി അവളോട് ദയാപുരസ്സരം വർദ്ധിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തിലും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുകയും പുണ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിലമരിച്ചവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് ബലഹീനത്വമുള്ള ഞങ്ങളുടെ പ്രാർത്ഥന തിരുമ്പായില്ല ഇപ്പോഴും കേൾക്കപ്പെട്ടവരെ അംഗീകരിക്കപ്പെട്ടതായി തീരണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഉത്തരമല്ല ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമായി എന്നേക്കും നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ. ഈ മണവാളിനും മണവാട്ടിനും മേലും ഇത് സംബന്ധിക്കാക്കിയ എല്ലാവരുടെയും മേലും എപ്പോഴും നീക്കി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചി ദൈവമേ നിന്റെ സ്നേഹമേ നീ എന്നും മതിയായവൻ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ இது நம்ம கல்யாண பையன் பேர் ரெஞ்சு. இது நம்ம கல்யாண பொண்ணு ரெண்டு பேருக்கும் கங்க்ராச்சுலேஷன் என்னோடையும் என்னோட சப்ஸ்கிரைபர்ஸ் வரையும். கல்யாண சாப்பாடெல்லாம் ரெடி ஆகிட்டு கேரளா ஸ்பெஷல் பருப்பு குழம்பு, மீன் குழம்பு, மோர் குழம்பு, பீஃபு எல்லாமே ரெடி ஆகிட்டு வயிறு ஃபுல்லாக சாப்பிடணும், வீட்டுக்கு போகிறோம். ஓகே. ഈ മധ്യാഹ്ന സമയത്ത് നിവത്സര മക്കളുടെ വിവാഹത്തിൻ്റെ ചടങ്ങുകൾക്ക് സജ്ജരായി എന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നല്ല പിതാവായിട്ട് കൂടെ നടത്തുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് രണ്ട് കുടുംബത്തിലായിരിക്കുന്ന ഈ മക്കളെ ഒരുമിച്ച് കൂട്ടുവാനും ഇവിടെ ഭാവി ജീവിതത്തെ അവിടുന്ന് നിയന്ത്രിക്കാനും എല്ലാവിധമായ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ.
ഇവരുടെ ഭാവി ജീവിതം ഏറ്റവും ശോഭനമാകുവാൻ നന്മയോടെ ജീവിക്കുവാൻ ഈ മക്കളെല്ലാവരെയും യോഗ്യരാക്കണമേ. അവിടുത്തെ നേർപ്പാതയിൽ നടക്കുവാൻ ഇവരെ യോഗ്യരാക്കണമേ. ഏതും തോട്ടത്തിൽ ആദവനെ അവയെ അനുഗ്രഹിച്ച അനുഗ്രഹവും വാഴവും എൻ്റെ മക്കൾ ചെല്ലുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതിനായിട്ട് കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാവിധമായ നന്മകളും അവിടുത്തെ കൃപകൊണ്ടാണല്ലോ. ഇത്രയും പ്രായത്തിൽ ഇത്രയും നാൾ ഇവരെ നടത്തി പരിപാലിച്ച് നടത്തി ഇനിയുടെ കാലവും ഇവരുടെ പണത്തിലും ഇവരുടെ ജോലിയിലും എല്ലാം കർത്താവെ കൂടെ ആയിരിക്കണമേ. ഈ 2 ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. ആ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. എല്ലാം അവിടുത്തെ നന്മയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. നല്ല പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കുമാറാകണമേ. ആമേൻ. എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഇവരുടെ പാദങ്ങൾക്ക് പ്രകാശമായിട്ട് ഈ മധുര സംഗമത്തിൽ ഒരു കൂട്ടി നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. கல்யாணம் முடிஞ்சு பொண்ணு வீட்டுக்காரங்கெல்லாம் சேர்ந்து மாப்பிள்ளை வீட்டில் வந்து மறு வீடு கொண்டு விடுற சடங்கு. பைபிள், மெழுகுதிரி, பொண்ணு வலதையால் வச்சு மெழுகுதிரி பற்ற வச்சு ஏறணும். அதான் இங்கே உள்ள சடங்கு. பார்த்துக்கோங்க கேரளாவில் எப்படி நடக்குதுன்னு. கல்யாணம்லாம் முடிஞ்சு வீட்டுக்கு வந்தாச்சு. சின்ன கல்யாணமாக இருந்தாலும் ரொம்ப சூப்பரான கல்யாணமாக இருந்துச்சு. ஏன்னா ஊர் ஜனங்கள்லாம் ஒன்றா சேர்ந்து ரொம்ப ஹாப்பியாக இருந்தோம். இந்த சின்ன வீடியோ உங்களுக்கு பிடிச்சிருந்துச்சி அப்படின்னா சேனலை சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். புதுசாக யாராவது சேனல் பார்க்குறீங்க அப்படின்னா சப்போர்ட் பண்ணுங்கள். இதே மாதிரி அடுத்த ஒரு வீடியோவோடு உங்களை வந்து சந்திக்கும் வரை உங்களிடமிருந்து விடைபெறுவது நான் உங்கள் ஆபேல். டாடா பை பாய். என்னோடய இன்ஸ்டாகிராமில் எங்களோட ஃபோட்டோஸ் எல்லாம் போட்டிருக்கோம், பார்த்து சப்போர்ட் பண்ணுங்கள். ஓகே, பாய் பாய்.